This is me Arun here, your coach, your mentor in trading. US വാർഷിപ്പുകൾ ഡിപ്ലോയ് ചെയ്തു ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഈ ഒരു ന്യൂസിന്റെ ബേസിസിൽ നാളെ റെസ്പോണ്ട് ചെയ്യുക അറിയണ്ടേ? അതുമാത്രമല്ല, വാറിന്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നൊന്നും നമുക്ക് കാണണ്ടേ? വെൽക്കം ടു അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ, പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇന്ന് കുറെ അധികം കാര്യങ്ങളില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ സെഗ്മെന്റ്സിലും ലെറ്റ്സ് ലൈക്ക് നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് എടുത്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്ന് ലൈവ് ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തൊരു ട്രേഡ് നമ്മൾ ഷെയർ ചെയ്തു ഡയറക്ട്ലി വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്, പ്രോപ്പർ ടാർഗറ്റ്. അത് 20 നിന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 150 വരെ ആയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു. ബട്ട് ഇറ്റ് വെന്റ് ടിൽ 198, 150 ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. സി എത്ര പെർസെൻറ്റേജ് ആണ് അത് ഹൈക്ക് ആയത്. ആൻഡ് ഓൾസോ അതിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് 5 പോയിന്റ്സ് ആയിരുന്നു. പ്രീമിയത്തിൽ ഒരു 5 പോയിന്റ്സ് ആയിരുന്നു. അത് നേരെ ഒരു റോക്കറ്റ് ആയിരുന്നു അവിടുന്ന്. ഇതൊക്കെ നമുക്ക് കാണാം. അത് മാത്രമല്ലായിരുന്നു, നമ്മളുടെ പ്രീമിയം മെമ്പർഷിപ്പിൽ ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് റീഫണ്ട് നമ്മൾ ഓഫർ ചെയ്തു. എന്തിനാ? ഇന്ന് സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്നല്ല അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് 90% റീഫണ്ട് എന്നും പറഞ്ഞു. ഇതെല്ലാം കാണണ്ടേ? ലെറ്റ്സ് ഗോ ടു അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു രാവിലെ തന്നെ നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുത്തു. ബട്ട് എന്നാൽ അത് നമ്മൾ ഇച്ചിരി കോഷ്യസ് ആയിട്ട് നിൽക്കുമായിരുന്നു, വേണോ വേണ്ടയോ. കാരണം നമ്മളൊരു ബെയർ സൈഡിലോട്ടായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെയർ സൈഡിലോട്ടാണ്, നമ്മൾ ബുള്ളി സൈഡിലോട്ട് അത്ര പുഷ് കാണത്തില്ല എന്നുള്ളത്. ഇവിടെയാണ് ഒരു ട്രേഡറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി, ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി കൊണ്ടിരിക്കുക എന്നത്. നമ്മളിവിടെ വരികയും ഈ ഒരു സെർട്ടൻ ടൈമിൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു എനിക്ക്, വേണോ വേണ്ടയോ എന്നുള്ളത്. ലൈവിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. സമയം എപ്പോഴാണ്? 9:15 തൊട്ട് 9:20, 25 ഗ്യാപ്പില് ജസ്റ്റ് കണ്ട് നോക്കുക, വേണോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ നിൽക്കുമായിരുന്നു. അത് നമ്മൾ എടുത്തു. ആ ട്രേഡ് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. അത് ലൈക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു, വേണോ വേണ്ടയോ, ലൈക്ക് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് എന്നാൽ അത് തന്ന റിസ്ക് റിവാർഡ് കണ്ടോ? 1:3.46. പ്രീവിയസ് ഹൈസുകളെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സി ഹിയർ സെക്കൻഡ് ടാർഗറ്റ്. ഞാൻ ഇവിടെ വിക്ക് എടുത്തില്ല, ഞാൻ ബോഡി എടുത്തു. ഇതിലൂടെ കൺസർവേറ്റീവ് ആയതാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ വിക്ക് എടുത്തിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യുമായിരുന്നോ? ഇല്ല. ഇവിടെ ഞാൻ കൺസർവേറ്റീവ് ആയി. അത്ര അഗ്രസീവ് അല്ലാത്ത മാർക്കറ്റുകളിൽ നമ്മളൂടെ കൺസർവേറ്റീവ് ആകുന്നത് നല്ലതാണ്. മനസ്സിലായോ? ലേൺ ചെയ്യുക. അത് വിക്സിനെക്കാളും ഇച്ചിരി ടാർഗറ്റ്സ് വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൺസർവേറ്റീവ് ആയിക്കൂടെ? ആ ഒരു ബോഡിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആണ്. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് വിക്ക് കൺസിഡർ ചെയ്ത് ഇറ്റ്സ് ഓക്കെ ഫൈൻ, ക്ലോസ് ടാർഗറ്റ് ആണ്. അതിനുള്ളൊരു മൊമെന്റം അവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നമ്മളെടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 80-85 സംതിങ്ങിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പോയത് 150 പ്ലസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് ഐ തിങ്ക് 150 ആയിരുന്നു. ഗുഡ് റൈറ്റ്. നല്ലൊരു ലാസ്റ്റ് വീക്ക് നമുക്ക് ലോസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്സ് ഇതാണ് കൺസിസ്റ്റൻസി ഇൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഫുൾ ഇങ്ങനെ, കഴിഞ്ഞ ആഴ്ച നോക്കി ഇത്രയും നല്ല മൂവ്മെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. കണ്ടോ, കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു അനാവശ്യമായിട്ടുള്ള. ഇതൊക്കെ എന്ന് വെച്ചാൽ 2 ക്യാൻഡിൽസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അതൊക്കെ ലൈക്ക് കറക്റ്റ് ടോപ്പ് പൊസിഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. സോ ഹിയർ ഈ ഒരു നല്ലൊരു മൂവ്മെന്റ് നമ്മൾ ക്യാച്ച് ചെയ്തു. കൺസിസ്റ്റൻസി ഇൻ ട്രേഡിംഗ് റൈറ്റ്. നിഫ്റ്റി ബാങ്ക് സെയിം സിറ്റുവേഷൻ. ബട്ട് എന്നാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇതെടുത്ത് എത്ര മണിക്കാണ്? 10:15 ആയപ്പോഴത്തേക്ക് ലൈവിൽ പോയിട്ട് 10:15 ചെക്ക് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിരുന്നു. ബട്ട് എന്നാൽ കുറെ അധികം തവണ ഇത് ഈ ഒരു സെറ്റനിൽ 50 MA സപ്പോർട്ട് ചെയ്യുകയും ഇവിടുന്ന് വരുന്നതിന്റെ ബേസ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഇതിന്റെ ലോയിൽ കൊണ്ട് കീപ്പ് ചെയ്ത് വെച്ചു. ഇതിന് താഴെ എപ്പോൾ ക്ലോസ് ചെയ്യുന്നോ നിർത്താം എന്നുള്ള ഇന്റൻഷനില്ല. എന്നിട്ട് മാർക്കറ്റ് പോയതോ 1:7 റിസ്ക് റിവാർഡ്. നല്ലതല്ലേ? 1:7. എനിക്ക് തോന്നുന്നത് 150 സംതിങ്ങിൽ നിന്നാണ് തോന്നുന്നു നമ്മൾ എൻട്രി ചെയ്തത്. പോയത് അറൌണ്ട് 400 പ്ലസിലോട്ട്. 390 ആയിരുന്നു ഫൈനൽ ടാർഗറ്റ്. 400 പ്ലസിലോട്ട്. നല്ല റിസ്ക് റിവാർഡ് അല്ലേ? റൈറ്റ്. നിഫ്റ്റി ബാങ്കില് വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റി ആയിരുന്നു നമ്മളുടെ ലൈക്ക് ഇന്ന് എല്ലാവരുടെയും ജാക്ക്പോട്ട് ഇതായിരുന്നു. 1:8.19.
അത് കഴിഞ്ഞ് പോയി. ബട്ട് ഇവിടം വരെ നമ്മൾ പറയുന്ന ടാർഗറ്റ്സാണ് ഞാൻ അവിടെ കീപ്പ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ലൈവിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ ഷെയർ ചെയ്തതാണ്. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളത് സമയത്ത് എപ്പോഴാണ് 11:30 ആയപ്പോഴത്തേക്ക് ജസ്റ്റ് പോയി നോക്കി നോക്കുക എന്താണ് വ്യൂ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും, ലൈവായിട്ട് കാണുക. ഇത് നമ്മൾ ഓഫ് മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇന്ന ടൈമിൽ നമ്മൾ ഇന്ന ട്രേഡ് എടുത്തു, ഇന്നതായിരുന്നു കാരണം എന്നുള്ളത്. ഇവിടുത്തെ കാരണം എന്താണ്? ഇവിടെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു, 50 MA സപ്പോർട്ട് ചെയ്തു, കുറെ അധികം ന്യൂട്രൽ ക്യാൻഡിൽസ് ബോട്ടത്തിൽ ഫോമായി അക്യുമുലേറ്റ് ചെയ്യുന്നു. പൊസിഷൻസ് അക്യുമുലേറ്റ് ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ബോട്ടത്തിൽ. ഇതുകൊണ്ടാണ് നമുക്ക് വെറും വളരെ ചുരുക്കമായിട്ടുള്ള 5 പോയിന്റ്സ്. ഇതുണ്ടോ, ബൈ അറ്റ് 20, സ്റ്റോപ്പ് ലോസ് അറ്റ് 15. പ്രീമിയം ആണ്. എങ്ങനെയുണ്ട്? നല്ലല്ലേ? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മളിന്ന് പറഞ്ഞു, നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് ലൈക്ക് 3000 rupees ആണ് പെർ മന്ത് വരുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ നോർമൽ റെഗുലർ ഇൻഡെക്സിൽ നമ്മൾ 1000 ആണ് മെമ്പർഷിപ്പ് ഫീ വരുന്നത്. അപ്പൊ ഈ 3000 ഇന്ന് ലൈക്ക് ആഫ്റ്റർ നമ്മുടെ ആ ഒരു ടെക്കമിന്റെ എൻട്രി എടുത്ത ടൈമിൽ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞു ലൈക്ക് നിങ്ങൾ എടുക്കുക, സ്റ്റോപ്പ് ലോസ് സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസിന്റെ 90% റീഫണ്ട് വരുമെന്നാണ്. മൈൻ 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇച്ചിരി റിസ്ക് എങ്കിലും എടുക്കണ്ടേ? ഫൈൻ. അത് മാത്രമല്ല ട്രാൻസാക്ഷൻ ഫീസും ലൈക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ പ്ലസ് GST, അതേ പ്ലസ് സർവീസ് ചാർജ് ആണ് വരുന്നത് അല്ലേ? ഇതെല്ലാം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 10% അവിടെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതും വേണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, ഗുഡ്. ടെക്കം നോക്കിയാലോ എന്താണ് അവസ്ഥയെന്ന്. ആക്ച്വലി അത് ലൈക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് കൂടെ ആയിരുന്നു. നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് വിടാം, ഇറങ്ങാം. ലൈക്ക് മാർക്കറ്റ് ക്ലോസ് ആകാറായല്ലോ, ഇറങ്ങാം എന്നുള്ളൊരു ഇന്റൻഷനിൽ നിൽക്കുകയായിരുന്നു. അനങ്ങുന്നില്ല, എല്ലാം പ്രോഫിറ്റ്, എല്ലാം നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. എന്നാ പിന്നെ നിന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്താണ്. ഹിയർ ഈ ഒരു ലെവലിന് താഴെ വി വിൽ വെയിറ്റ് ടിൽ ദ പ്രൈസ് ടു ക്ലോസ് ബിലോ ദിസ് ലെവൽ 1218 താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും എന്ന വ്യൂവിലാണ് നമ്മൾ ഇന്ന് ടെക്കമിൽ എൻട്രി എടുത്തിട്ടുള്ളത്. ഇവിടെ തൊട്ട് ഇവിടം വരെ വരിക. ആൻഡ് ഓൾസോ ഐ തിങ്ക് ROI എന്ന് പറഞ്ഞ 50 to 60% കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മൾ ബട്ട് എന്നാ ഐ തിങ്ക് ഇൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഇന്ന് തന്നെ നിങ്ങൾക്ക് റിക്കവർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീസ് ഇന്ന് തന്നെ റിക്കവർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹവും കൊണ്ട് നമുക്കത് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കൺവിക്ഷൻസ് ഒന്നും തന്നെ തെറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ കമന്റ് പറയുക കേട്ടോ. ഡെഫിനറ്റ്ലി തരുന്ന കോൾസ് ഒക്കെ റോങ് ആകാറുണ്ട്, എപ്പോഴും ശരിയാകത്തില്ല. ബട്ട് എന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫൈനലി നിങ്ങളൊരു മന്തിൽ ഒരു certain percentage പ്രൂഫിലോട്ട് കൊണ്ടെത്തിക്കുക എന്നതാണ് എന്റെ ഇന്റൻഷൻ. റൈറ്റ്, ഗുഡ്. സോ ഇതായിരുന്നു നമുക്ക് ഇന്ന് മാർക്കറ്റ് നമ്മൾ ഇന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലായിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ലൈക്ക് ടെലിഗ്രാമിൽ ഇത് കാണിച്ചു തരാം എങ്ങനെയായിരുന്നു കൊടുക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഓക്കെ, സ്റ്റോക്ക് ഓപ്ഷൻ ആണ്. ലൈക്ക് ടെക്കം 29 to 30, 24, 36, 50 എന്ന ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നോർമൽ പ്രീമിയം മെമ്പർഷിപ്പ്, അതായത് ഇൻഡെക്സ്, നിഫ്റ്റി ബാങ്ക്, ഫിന്നിഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നിഫ്റ്റി 80 to 85, 60, 145 സെക്കൻഡ് ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 160 to 165, 390 ഫൈനൽ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ആയിരുന്നു ഇത്. സോ ഈ രീതി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്സും കാര്യമെല്ലാം നമ്മളവിടെ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ജസ്റ്റ് ലൈക്ക് വർക്ക്ഡ് ഔട്ട്. കുറെ അധികം ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ ജസ്റ്റ് ലൈക്ക് നമ്മൾ വെയിറ്റ് ചെയ്തതിന് റിസൾട്ട് കിട്ടി എന്നുള്ളത്. ചിലവരുടെ അക്കൗണ്ട് തന്നെ ROI എന്ന് പറയുന്നത് 400% വന്നു. ഏതിലൂടെയാണെന്നറിയോ? ഫിന്നിഫ്റ്റിയിൽ ROI എന്ന് പറയുന്നത് 400% എബോവ് വന്നു. സൂപ്പർ ട്രേഡ് ആയിരുന്നു. ഗുഡ്. മാർക്കറ്റിനെ മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ. റൈറ്റ്, മാർക്കറ്റ് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി. ആൻഡ് വിത്ത് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് അത് അവിടെ ചെയ്തു. അത്രയേ ഉള്ളൂ. സോ നമുക്ക് നോക്കിയാലോ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നും ഇല്ല എങ്ങനെയാണ് ലൈക്ക് ലാസ്റ്റ് പെർഫോം ചെയ്ത് ഇനിയിപ്പോ കറന്റ് എങ്ങനെ ആയിരിക്കാം എന്നുള്ള ജസ്റ്റ് ലൈക്ക് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തല്ലോ. നോക്കാം നമുക്ക്. ഈ ഡൗ ജോൺസ് ഓൾമോസ്റ്റ് ലൈക്ക് ബുള്ളി സൈഡിലോട്ട് തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഇത് നേരെ കയറി ഇവിടം വരെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. 33,892 വരെ വരാനായിട്ടുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. നാളെ രാവിലെ നമുക്കിത് നോക്കാം ഇതെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. US ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്.
എന്നാലും ചെയ്യാറ്. ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇസ്രായേലിന്റെ ഞാൻ ഇന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വാർ ലൈക്ക് ഗ്ലോബൽ മാർക്കറ്റിനെ അത്ര അഫക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ നമുക്ക് അഫക്ട് ചെയ്തില്ല, ഗ്ലോബൽ മാർക്കറ്റിനെ അത്ര അഫക്ട് ചെയ്തിട്ടില്ല. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പോർട്ടേഷനെയോ ഇല്ലെങ്കിൽ ലൈക്ക് വാട്ട് ഗ്ലോബൽ കമ്മോഡിറ്റീസിനെയോ അങ്ങനെ അത്ര അഫക്ട് ചെയ്തിട്ടില്ല കറന്റ്ലി. ഇപ്പൊ ലെറ്റ്സ് സേ ഇസ്രായേലിനെ US സപ്പോർട്ട് ചെയ്യുന്നു, പാലസ്റ്റീൻസിനെ വേറെ ഏതെങ്കിലും മേജർ പവേഴ്സ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ മൈറ്റ് ബി ഒരു വേൾഡ് വാർ 3 ആകാം, ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലോട്ട് മാറിപ്പോകാനായിട്ടുള്ള പ്രോബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇസ്രായേൽ നല്ലൊരു ആർമി ബേസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ US സപ്പോർട്ട് അവരൊന്നുകൂടെ സ്ട്രോങ് ആകും എന്നുള്ളത്. കുറെ അധികം വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വെൽ, നമ്മൾ അതിലോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, ഇതെങ്ങനെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നു, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ലൈക്ക് ആസ് എ ട്രേഡർ നമുക്ക് അതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ. നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്, അവിടെ ബാധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ആരും ബാധിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊരു കാര്യം മാത്രമാണ് ചെയ്യാൻ കഴിയുക. ഫൈൻ. സോ നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പ്രീ മാർക്കറ്റ് സെഷൻ. സോ ഹിയർ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് മൈറ്റ് ബി നാളെ ഗ്യാപ്പ് അപ്പ് ആകാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, വാട്ട് ബി ഇറ്റ് ഈസ്. ഇല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും തിരിച്ച് എപ്പോഴാണോ ഈ ഒരു സർട്ടൻ ലെവൽ, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ എപ്പോഴാണോ മാർക്കറ്റ് ക്ലോസ് ആകുന്നത്, ക്യാൻഡിൽ ക്ലോസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലോസിനൊക്കെ മുമ്പ് ചാടിക്കയറി എടുക്കരുത്. ഞാൻ ചില ട്രേഡ്സ് എടുക്കാറുണ്ട്. അതെന്റെ എക്സ്പീരിയൻസ് മൂലം എനിക്ക് കിട്ടിയിട്ടുള്ള ലൈക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നാൽ അത് എപ്പോഴും തന്നെ ശരിയാണ് നിർബന്ധമില്ല. ബട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ റിസ്കിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാം. ഫൈൻ. നമ്മൾ ഡിസ്ക്ലൈമർ കൊടുക്കുന്ന പോലെ ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഡോൺ ഡു ദിസ് വൺ ഇൻ ഹോം സംതിങ് ലൈക്ക് അങ്ങനെ പറയില്ലേ, അതുപോലെ പറയാം. നിങ്ങൾക്ക് എത്തിച്ചേരണം. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്ന ആ ഒരു ഇതോട് മാസ്റ്റർ ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ എന്നെക്കാട്ടിലും ബെറ്റർ ആകാൻ തന്നെ ഡെഫിനറ്റ്ലി നോക്കുക. മൈറ്റ് ബി നിങ്ങൾക്ക് ഒരു അധികം ആൾക്കാർ എന്നെക്കാളും ബെറ്റർ കാണും. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ബി ഇറ്റ്. ഇനിയും ഡെയിലി നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഗുഡ്, ഫൈൻ. സോ നമുക്ക് ഈ ഒരു സർട്ടൻ ബുള്ളിഷ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 90,800 കീപ്പ് ചെയ്യാം, then 850 കീപ്പ് ചെയ്യാം. 850 അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ടാർഗറ്റ് ആയിരിക്കും. അത്ര ഇന്ന് നമുക്ക് ഇത്ര മൂവ്മെന്റ് ഉണ്ട്, നാളെ എത്ര തരാൻ പ്രോബിലിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. ഇത് ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മൈറ്റ് ബി ഒരു ഉച്ച കഴിയുമ്പോൾ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വേറൊരു കാര്യമുണ്ട്, നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ് നാളെ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഫൈൻ. ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ ഇവിടെ കീപ്പ് ചെയ്തോ. വെയിറ്റ്. നമുക്ക് ഇന്നത്തെ ഹൈക്ക് മുകളിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് ഓൾമോസ്റ്റ് ഇവിടെ വരും കേട്ടോ, 44,500 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യാം. നമ്പർ ഓഫ് ടച്ചസ് കൂട്ടാനായിട്ട് ഐ എം ജസ്റ്റ് ഡൂയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുകയും, അതായത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 44,700 200 പോയിന്റ്സ് ഉണ്ട്. സൂപ്പർ, ഗ്രേറ്റ്. ദെൻ സെക്കൻഡ് ടാർഗറ്റ് ആണ് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 44,996, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 45,000 നമുക്ക് അടുത്തൊരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി നമുക്ക് എങ്ങനെയാ നാളെ ലൈവിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുമല്ലോ, ഇല്ലേ? ദാറ്റ്സ് ഇറ്റ് വിത്ത് നിഫ്റ്റി ബാങ്ക്. ആൻഡ് അബൌട്ട് ഫിൻനിഫ്റ്റി. ഞാൻ ഈ പെട്ടെന്ന് വരയ്ക്കുക എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് വരുന്നുണ്ട്, എല്ലാ ദിവസവും അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഈ വ്യൂസിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. ചാടി കയറി സഡൻ പ്രിപ്പറേഷൻസ് ആരും ചെയ്യരുത്. 90,880 മുകളിൽ വരികയാണെങ്കിൽ ഫിൻനിഫ്റ്റി നമുക്ക് നാളെ ബുള്ളിഷ് ആകാനും ഒരു മൈനർ ടാർഗറ്റ് ആയിട്ട് 90,918 40 പോയിന്റ്സ് വരുന്നുള്ളൂ. അത് മൈനർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ബട്ട് നമുക്ക് ഇവിടെ ഒരു മേജർ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇവിടെ നമുക്കൊരു മേജർ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും കൂടെ ചെയ്യാവുന്നതാണ്, റൈറ്റ്? അതായത് 20,000, അതായത് 120 അല്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 120 to 130 പോയിന്റ്സ് നമുക്ക് സ്പോട്ടിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ വേറെ സൈഡിലോട്ട് കറന്റ്ലി നോക്കുന്നില്ല. മാർക്കറ്റ് നാളെ ഓപ്പൺ ആകട്ടെ, താഴത്തേക്ക് എന്തെങ്കിലും പുഷ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പം നോക്കാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അനാവശ്യമായിട്ടുള്ള ലൈൻസുകൾ ഞാനൊന്ന് മാറ്റിയതാണ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. യുദ്ധം കരുതുകൊണ്ടിരിക്കുന്നു, അത് അത്ര ഗ്ലോബൽ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നില്ല കറന്റ്ലി. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പോഴും സ്റ്റിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ന്യൂട്രൽ രീതിയിലാണ് നിൽക്കുന്നത്. സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടില്ല, അത് മനസ്സിൽ വെച്ചേക്കണം. ഗുഡ്. സോ സീ യു ദെയർ ടുമോറോ അറ്റ് 9 AM. ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അത്യാവശ്യം നല്ല എഫോർട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്തു തരുന്ന ലൈവ് സെഷനും ആൻഡ് ഓൾസോ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും ആണ്. എങ്ങനെയുണ്ടെന്ന് കമന്റ് അറിയിക്കുക. വേറെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കുക. ബൈ.